കലൂർ അപകടത്തിൽ വീഴ്ച സംബന്ധിച്ച് GCDA സൈറ്റ് എഞ്ചിനീയർ SS ഉഷയെ സസ്പെൻഡ് ചെയ്തു. അപകടത്തിൽ വിശദമായ അന്വേഷണം നടത്തും. ഭാവിയിൽ സ്റ്റേഡിയത്തിലെ പരിപാടികൾക്ക് എല്ലാ അനുമതിയും ലഭ്യമായിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുമെന്നും GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള പറഞ്ഞു. മൃദംഗഭൂഷന്റെ ഭാഗത്തു നിന്ന് ഈ നൃത്തപരിപാടിയുടെ സംഘാടനത്തിൽ ഗുരുതരമായ പിഴവുകൾ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച അതിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യങ്ങൾ സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണം നടത്താൻ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചു. അതിൽ ഇതുപോലൊരു പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ സുരക്ഷ സംബന്ധിച്ച് വേണ്ടപ്പെട്ട എല്ലാ അംഗീകാരവും ബന്ധപ്പെട്ട ഏജൻസികളിൽ നിന്ന് ഉണ്ടാകണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് കാണുന്നത് അതിൽ വലിയ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അത് സംബന്ധിച്ച് വിവിധ തലങ്ങളിൽ അന്വേഷണമുണ്ട്. പക്ഷേ GCDയുടെ ഭാഗത്തു നിന്ന് കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനകത്ത് വേണ്ടത്ര ജാഗ്രതയോടുകൂടി ഒരു അന്വേഷണം വന്നില്ല എന്നുള്ളത് ഞങ്ങൾ കണ്ടു. അങ്ങനെ കണ്ടതിനെ തുടർന്ന് ഞങ്ങളുടെ സൈറ്റ് എഞ്ചിനീയർ ആ ചുമതല നിർവഹിക്കേണ്ടത് വേണ്ടത്ര നിർവഹിച്ചോ എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കുമ്പോൾ തന്നെ അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചു. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, ഈ അപകടം നടന്ന തൊട്ടടുത്ത ദിവസമാണ് ഈ ചന്ദ്രൻപിള്ള പറഞ്ഞത് മുഴുവൻ ഉത്തരവാദിത്വവും സംഘാടകരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് എന്നാണ്. പക്ഷേ ഇന്നിപ്പോൾ വീഴ്ച സമ്മതിക്കുകയാണ്. എന്തൊക്കെ വീഴ്ച സംഭവിച്ചു എന്നാണ് GCDA പറയുന്നത്? എന്ത് നടപടിയായിരിക്കും ഉണ്ടാവുക? വിവരങ്ങൾ. ധന്യ പറഞ്ഞതുപോലെ തന്നെ ഈ അപകടം ഉണ്ടായതിനു ശേഷം GCDയും അതോടൊപ്പം തന്നെ കൊച്ചി കോർപ്പറേഷനും സംഘാടകരുടെ മേൽ കുറ്റം ചാർത്തി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് നടത്തിയിരുന്നത്. പക്ഷേ അതിനുശേഷം കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായെന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പിന്നാലെയാണ് കോർപ്പറേഷൻ നടപടിയെടുത്തത്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും GCDA ഇക്കാര്യത്തിൽ നടപടികളിലേക്ക് പോയിരുന്നില്ല. ഇന്നാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നത്. ഈ വിഷയം വിശദമായി പരിശോധിച്ചുവെന്നാണ് GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് സൈറ്റ് എഞ്ചിനീയർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. സൈറ്റ് എഞ്ചിനീയർ SS ഉഷയാണ് ഈ സ്ഥലത്തെത്തി ഈ നിർമ്മാണ പ്രവർത്തികൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ മാനദണ്ഡ പ്രകാരമാണോ ഇവരുടെ പരിപാടികൾ നടക്കുന്നത്, അനധികൃതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണെങ്കിൽ അത് തടയുന്നതിനും അതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടിയിരുന്നതും ഉഷയാണ്. ഉഷയെ അക്കാര്യത്തിൽ വീഴ്ച വരുത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അന്വേഷണ വിധേയമായി ഇപ്പോൾ ഉഷയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നുവെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇക്കാര്യത്തിലൊരു വിശദമായ അന്വേഷണത്തിലും GCDA കടക്കുകയാണ്. അതിനായി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സെക്രട്ടറിയോടൊപ്പം തന്നെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഉണ്ടാവും. ഇവർ രണ്ട് ചേർന്ന് ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തും. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, മറ്റ് വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ പരിശോധിക്കും. എന്തായാലും ഈ പരിപാടി നടത്തുന്നതിന് മൃദംഗഭൂഷൺ അനുമതി തേടിയിരുന്നു. പക്ഷേ ഇവർ ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ മാനദണ്ഡ പ്രകാരമല്ല പിന്നെ ചടങ്ങുകൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് ഇനി ഭാവിയിൽ ഇത്തരം പരിപാടികൾ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കർശനമായ നടപടികൾ ഉണ്ടാവും, കൃത്യമായ നിരീക്ഷണം ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സേഫ്റ്റി പ്രോട്ടോകോൾ തന്നെ ഇതിനുവേണ്ടി തയ്യാറാക്കുമെന്നും ചന്ദ്രൻപിള്ള വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെയാണ് ചന്ദ്രൻപിള്ളയ്ക്കെതിരെ ഒരു ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിരുന്നത്. ചന്ദ്രൻപിള്ളയ്ക്ക് തന്നെ ചെയർമാനായ K. ചന്ദ്രൻപിള്ളയ്ക്കാണ് ഇത് സംബന്ധിച്ച അപേക്ഷ നൽകുന്നത്. സാധാരണ രീതിയിൽ ഇത്തരം അപേക്ഷ GCDAക്ക് അതല്ല സിജോ, ഇതിലെ ഒരു വഴിവിട്ട് നീക്കം വ്യക്തമായതല്ലേ? കാരണം കായികേതര ആവശ്യത്തിന് കലൂർ സ്റ്റേഡിയം വിട്ട് നൽകുന്നത് ഒരു വലിയ പ്രശ്നം. അതുപോലെ ഇത്രയധികം ആളുകൾ അവിടെ പങ്കെടുത്തു എന്തുകൊണ്ട് എന്നതുകൂടി അന്വേഷിക്കണ്ടേ? കുറച്ചു പേര് നിൽക്കുന്ന പരിപാടിയല്ലല്ലോ, 12,000 പേരാണ് ആ ഗ്രൗണ്ടിൽ നിന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ആ സ്റ്റേഡിയത്തിന് സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ, അതിനപ്പുറത്തേക്ക് ഇതിലുള്ള ഈ വീഴ്ച, അതായത് ഇതര ആവശ്യങ്ങൾക്ക് വിട്ടു നൽകുമ്പോഴുള്ള വീഴ്ച, ഇതെല്ലാം നേരത്തെ ചൂണ്ടിക്കാട്ടി അവിടെ ക്രിക്കറ്റ് മത്സരമൊക്കെ നടത്താമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദം ഉണ്ടാക്കിയ ഒരു സ്റ്റേഡിയം കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും ആൾക്കാരെ അവിടെ അക്കോമഡേറ്റ് ചെയ്തു എന്നുള്ളതിന് മറുപടി പറയണ്ടേ? അതിന് കൃത്യമായ മറുപടി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അത് നിയമപരമായി നോക്കുമ്പോൾ അത് നിലനിൽക്കുന്ന അല്ലെങ്കിൽ പോലും അവർക്ക് അത്തരത്തിൽ തീരുമാനമെടുക്കാം എന്നാണ് പറയുന്നത്. അതായത് ഈ ഉദ്യോഗസ്ഥർ ഒരു സ്റ്റേറ്റ് വിഭാഗം ഇക്കാര്യത്തിൽ അനുമതി നൽകരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു. പക്ഷേ ആ കത്ത് അങ്ങനെ ഉദ്യോഗസ്ഥർക്ക് തീരുമാനമെടുക്കുന്ന രീതിയിലല്ല GCDA കാര്യങ്ങൾ തീരുമാനിക്കുന്നത്.